ഞാൻ ഇവരെക്കാട്ടും കളിക്കുന്ന സിനിമാക്കാരല്ലേ. ഇപ്പൊ സിനിമാക്കാർ പറഞ്ഞു പെരേരയുടെ ആറാട്ടന്റെ വീഡിയോസ് എടുക്കേണ്ടാവുന്നല്ലേ. ഇപ്പൊ എന്നെ വനിതാ ടീറ്റിൽ ഞങ്ങളെ എല്ലാം പുറത്താക്കി. ഫോക്കസ് ഞങ്ങളിലേക്ക് വരുന്നു, അവർ ഫോക്കസ് ചെയ്യുന്നില്ല. അത് അവരുടെ കഴിവില്ലായ്മയല്ലേ. ഞാൻ എത്രയും നല്ല കാര്യം ഇപ്പൊ നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 2K പോളൂ, 2000K എത്ര പോളൂ. ഒരു മോശം വീഡിയോ ഇട്ട് 55K 60K ആണ്. മണപ്പൂരം പറഞ്ഞിട്ടില്ല. ഞാൻ റിവ്യൂ സത്യസന്ധമായി പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഔട്ടായത്. എനിക്ക് വനിതാ തിയേറ്ററിൽ കയറാൻ പറ്റില്ല. വനിതാ തിയേറ്റർ മൊത്തമാക്കിയിരിക്കുക. ഞാൻ നിഷ്പക്ഷമായ റിവ്യൂ. പെരേര എത്രയോ പടത്തിന് കാശ് വാങ്ങിച്ചിട്ടുണ്ട്, കാശ് കൊടുത്ത റിവ്യൂ. ഞാൻ ഇതുവരെ കാശ് വാങ്ങിച്ച റിവ്യൂ ആയിട്ടില്ല. എൻ്റെ അവസ്ഥ എന്താണ്? സംസാരിക്കുകയും ചെയ്യുന്നില്ല. സത്യം പുറത്തേക്ക് പറയുന്നില്ല. അത് പറയും എന്താണ് അണ്ണന്റെ പ്രശ്നം, എന്താണ് ഇത്രയും മോശമാക്കിയത് ആരാണ്? എല്ലാവരും കണക്കാ, എല്ലാ മീഡിയക്കാരും ഉണ്ട്. എല്ലാ മീഡിയക്കാരും ആരാണുള്ളതെന്ന് പറയാം. എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചു പേര് പറഞ്ഞാൽ വെറുതെ പ്രശ്നമാവും. ഇനി അടുത്ത പ്രശ്നങ്ങളാവും. എന്തെങ്കിലും ആട്ടെ. ഞാൻ കുറെ സത്യം തുറന്നു പറഞ്ഞാണ് ഈ അവസ്ഥയിലെത്തിയത്. ഏതവസ്ഥ നെഗറ്റീവ് ഇമേജ് അല്ലേ, കോമാളിയായിട്ടില്ല എടുക്കുന്നത്. ഒരുപാട് 2K പിള്ളേർ ഭയങ്കര കളിയാക്കളാണ്. ഈ മീഡിയക്കാട്ടും ട്രോളന്മാരാണ് നമ്മളെ നെഗറ്റീവ് ആക്കിയത്. എല്ലാവർക്കും വേണ്ട റീച്ചാണ്, റീച്ച് ആൻഡ് മണി. അതാണ് എല്ലാവരുടെയും ടാർഗറ്റ്. എന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരുപാട് നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. മീഡിയ ശരിക്കും അവഗണിക്കുന്നുണ്ട്. ഇപ്പൊ ഞാനും പെരേര വന്നു കഴിഞ്ഞാൽ ഞാനും പെരേര വന്ന മീഡിയ പെരേര പുറകെ പോകുള്ളൂ, എന്റെ പുറകെ വരില്ല. കുറെ കൊടുത്തു, ഒന്നും വരുന്നില്ല. അതായത് വേറെ ചാനൽ ഇപ്പൊ ഞാനും പെരേരയും ഒരു സ്ഥലത്ത് വന്നാൽ മീഡിയ പെരേര അടുത്തേ പോകുള്ളൂ, എന്റെ അടുത്ത് വരില്ല. ഞാൻ വെറുതെ വന്ന അവിടെ എനിക്ക് അവിടെ പടം കാണാൻ പറ്റില്ല, പടം കാണാൻ സമ്മതിക്കില്ല. ടിക്കറ്റിനെ കാണാം. പക്ഷെ ഇന്നലെ വന്നപ്പോൾ എല്ലാ ഷോവും ഫില്ലായി പോയി. അത് അവർ നെഗറ്റീവ് പറയാൻ വേണ്ടിയാണ്. നെഗറ്റീവ് പറയാൻ വേണ്ടി കാസ്റ്റ് ആൻഡ് ക്രൂവിനും കൊണ്ട് തിയേറ്റർ പോയി നിറച്ചു. തിയേറ്റർ പോയി നിറച്ചു. ഒറ്റ ടിക്കറ്റ് പോലും കിട്ടില്ല. തിയേറ്റർ പോയി നിറച്ചതിന് വേണ്ടിയാ നെഗറ്റീവ് വരാൻ പാടില്ല. ഈ FTVH അവിടെ ജെന്യൂൻ റിവ്യൂ ആവണം. അത് കോമൺ സെൻസ് ഇല്ലയോ, മനസ്സിലാവില്ല. ഇവര് പല പടത്തിനും ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ വെച്ച് മുഴുവൻ ഫുള്ളാക്കുന്നതിനാണ് അവരുടെ FTVH എങ്ങനെ ജെന്യൂൻ റിവ്യൂ ആവണം. കാസ്റ്റ് ആൻഡ് ക്രൂ പോസിറ്റീവ് പറയുള്ളൂ, ഫാൻസിയർ പോസിറ്റീവ് പറയുള്ളൂ, ഡിഗ്രേഡേഴ്സ് നെഗറ്റീവ്. എന്ത് നിഷ്പക്ഷമായ റിവ്യൂ ഉള്ളത് FTVH? സെക്കൻഡ് ഷോ തേർഡ് ഷോ ഞാൻ എത്ര കാണും മീഡിയ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സെക്കൻഡ് ഷോ തേർഡ് ഷോ റിവ്യൂ അപ്പോഴേ ജെന്യൂൻ ഒപ്പീനിയൻ വരുള്ളൂ. ഇവിടെ കാസ്റ്റ് ആൻഡ് ക്രൂ ഇവിടെ മുഴുവൻ ഈ കാസ്റ്റ് ആൻഡ് ക്രൂ പോസിറ്റീവ് പറയുള്ളൂ. എത്രയാണ്? ഞാൻ കാസ്റ്റ് ആൻഡ് ക്രൂ ആകെ നെഗറ്റീവ് പറഞ്ഞാൽ ഞാനാ ബാഡ് ബോയ്സ് എനിക്ക് ഇഷ്ടമുള്ള പറഞ്ഞു. നമ്മൾ സത്യം പറഞ്ഞാൽ ഒതുക്കുകയാണ്. ഇവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ ഓൺലൈൻ FTVH ഇവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ വരുന്നത്. എല്ലാ സെലിബ്രിറ്റീസ് വരുന്ന ഇവിടെയാണ്, മീഡിയക്കാർ വരുന്ന ഇവിടെയാണ്, വനിതയല്ല. നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്യില്ല. ഞാൻ ഇവിടെ ആദ്യമായിട്ട് തിയേറ്റർ റിവ്യൂ തുടങ്ങിയ ആൾ ഞാനാണ്. റിവ്യൂ വൺ ഡേ ഉണ്ട്, തിയേറ്റർ റിവ്യൂ. ഈ ഓൺലൈൻ മീഡിയ കോവിഡ് ഡൗൺ ആയപ്പോൾ പൊങ്ങിയത് എന്നിലൂടെയാണ്. വനിതാ തിയേറ്റർ ഫേമസ് ആയിട്ട് എന്നിലൂടെ. പക്ഷേ എന്നെ പാർക്കും വേണ്ട. ഞാൻ പെരേര സ്ഥലത്ത് വന്നാൽ മീഡിയ പെരേര പുറകെ പോകുള്ളൂ, എൻ്റെ പുറകെ വരില്ല. ആളുകൾക്ക് വേണ്ട അങ്ങനത്തെ കാര്യങ്ങളാണ്. എനിക്ക് പലപ്പോഴും തോന്നിയില്ല, എനിക്ക് പലപ്പോഴും തോന്നിയില്ല, എനിക്ക് വളരെ റെസ്പോണ്ട് തോന്നിയില്ല. കാരണം നമ്മൾ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ എല്ലാവരും പെരേര പുറകെ പോകുള്ളൂ, എൻ്റെ പുറകെ ആരും വരില്ല. എന്ത് പുതിയ ആളാണ് അവൻ കാണിക്കുന്ന വെറുതെ കോമാളിത്ര. അങ്ങനെ ഞാനാണ് ഏറ്റവും കൂടുതൽ പുതിയ ആൾക്കാരെ എൻകറേജ് ചെയ്ത ആള്. അതുകൊണ്ട് എന്ത് കാര്യം, നമ്മളെ അവഗണിക്കുകയല്ലേ. ഈ കാലത്ത് എല്ലാവർക്കും വേണ്ട പൈസയാണ്. ഈ കാലത്ത് എല്ലാവർക്കും വേണ്ടൊരു പൈസയാണ്. എന്താണ് അണ്ണൻ പറയുന്നത്? എല്ലാവരും അവോയ്ഡ് ചെയ്യുന്നു എന്നാണ്. ഈ ഇന്റർവ്യൂ കൊടുത്തിട്ട് ഒരു ഇന്റർവ്യൂ പുറത്ത് തരുന്നില്ല, ഇന്റർവ്യൂ എടുക്കുന്നേ ഉള്ളൂ. ഇന്ന് 10 ഇന്റർവ്യൂ, നാളെ 10 ഇന്റർവ്യൂ ഒന്നുമില്ല.
ശരി, എനിക്ക് ഇൻസ്റ്റാഗ്രാം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും കൂടുതൽ കാണുന്ന പെരയുടെ വീഡിയോസാണ്. എൻ്റെ കാണുന്നില്ല. പല ആൾക്കാരും എന്നോട് പറയാറുണ്ട്, പല ആൾക്കാരും എന്നോട് പറയുന്നത് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ മറ്റൊന്നും എന്നെ കാണുന്നില്ല, എവിടെയും കാണുന്നില്ല. ഇപ്പൊ മനസ്സിലാത്ത ഈ പണം വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും കൂടുതൽ റീച്ച് പെരടിക്കുന്നത് പറയാനാണോ, മീഡിയാസിന്റെ പ്രശ്നങ്ങൾ പറയാനാണോ? അണ്ണന് ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ എന്താണ്, എന്തിന്റെ പ്രശ്നമാണ്? എത്തിക്സ്, മീഡിയ എത്തിക്സാ. ആ എത്തിക്സ് മീഡിയ എന്നല്ല, ഈ ലോകത്ത് എവിടെയില്ല, എവിടെ എത്തിക്സ് ഇല്ല. അതിപ്പോ സാറ്റലൈറ്റ് മീഡിയ ആണ് ഏറ്റവും കൂട്ടുമ്പോൾ, അവർ കോടികൾ ഉണ്ടാക്കുന്നവരാണ്, അവരാണ് ഏറ്റവും വലിയ കള്ളത്തരം കാണിക്കുന്നത്. എന്റെ ട്രാൻസ്ജെൻഡർ കേസ്, ഞാൻ ട്രാൻസ്ജെൻഡർ കണ്ടുകൊള്ളൂ. എങ്ങനെയാ അത് വന്നത്? എന്റെ ഫോട്ടോ ആണ് 2 ദിവസം ടി വിയിൽ പോയി കാണിച്ചത്. എന്റെ ഫോട്ടോ ആണ് കാണിച്ചത്, വേറെ ആൾക്കാരും കാണിക്കാതെ. ഞാൻ ആളെ കണ്ടിട്ടുള്ളൂല്ല. അതിന്റെ മറുവശത്തുള്ള ന്യൂസ് അവർ കൊടുത്തായിരുന്നു. എന്താ? അതായത് ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്നുള്ള രീതിയിൽ അവർ ന്യൂസ് കൊടുത്തായിരുന്നു. അതുകൊണ്ട് ആൾക്കാർ കാണുമ്പോൾ ഇതല്ലേ ഫേക്ക് ന്യൂസ് ആണ് എപ്പോഴാണ് കൊടുത്തത്. അത് കഴിഞ്ഞാൽ പിന്നോം 24 ലൈവിൽ പിന്നോം വന്നു. അതായത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കേസ് പറഞ്ഞ ഞാൻ എന്തിട്ടാണ് ഞാൻ എൻ്റെ പേര് 2 ദിവസം ചാനലിൽ മുഴുവൻ വന്നത്. അല്ല, ഇതിപ്പോ ഇങ്ങനെ വന്നു, ഇതിന്റെ സത്യാവസ്ഥ തെളിയുമ്പോൾ ഇവരിത് കൊടുക്കുന്നില്ല. ആ ചെറിയ ന്യൂസ് ആയിട്ടോ ഇവർ കൊടുക്കും, ചെറിയ ന്യൂസിന് കൊടുക്കും, ചെറിയ ന്യൂസ് കാണിക്കും. ഇവിടെ ന്യൂസ് പേപ്പർ ഒന്ന് നോക്കാലും മുഴുവൻ നെഗറ്റീവ് ന്യൂസാണ്. പോസിറ്റീവ് ന്യൂസ് എല്ലാവർക്കും റാങ്ക് കിട്ടി എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ചെറിയ പാരഗ്രാഫേ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും വേണ്ട നെഗറ്റീവ് ന്യൂസാണ് ന്യൂസ് പേപ്പറിൽ ഏറ്റവും കൂടുതൽ. തുറന്നു നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ ആൾക്കാർ മാറണം, മീഡിയ എല്ലാം മാറണ്ട, ആളുകൾ മാറണം. ആളുകളുടെ അപ്രോച്ചാണ്, ആളുകൾക്ക് വേണ്ടത് ഇങ്ങനെയാണ്. ആളുകൾ മാറാത്ത കാലം മീഡിയ മാറാൻ പറ്റില്ല. മീഡിയ എത്തിക്സ് കാണിക്കാൻ പോയിക്കാൻ അവർക്ക് ജീവിക്കാനുള്ള കാശ് കിട്ടില്ല, അവർക്ക് ജീവിക്കണ്ടേ. ആളുകൾ ഈ കാലഘട്ടത്തിൻ്റെ കുഴപ്പമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ആളുകൾ മുഴുവൻ എൻജോയ് ചെയ്യുന്നത് നെഗറ്റീവാണ്. മറ്റുള്ളവർ ഇപ്പോൾ 2K കേസാണ് സാഡിസ്റ്റ്, മറ്റുള്ളവർ വേദനിപ്പിച്ചാണ് എൻജോയ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ബിഗ് ബോസിന് മൃഗത്തിന് നന്നായിട്ട് പോകുന്നു? നെഗറ്റിവിറ്റി അല്ലേ എല്ലാവർക്കും വേണ്ട? നെഗറ്റീവ് ആയി എന്ത് ചെയ്യാണ്? പണ്ടിങ്ങനൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് 80s 90s ഇങ്ങനെ ആയിരുന്നില്ല. അന്ന് പോസിറ്റീവ് എനർജി ആയിരുന്നു. അന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ ഫാൻ ഫൈറ്റ് ലെവലിന് ശേഷം ഭയങ്കര നെഗറ്റീവാണ്. ഇപ്പം എൻ്റെ കമൻറ്റ്സ് നോക്കണം, എന്തൊക്കെ ചെയ്ത് വെക്കുന്നത്. അവർ നമ്മുടെ വീട്ടുകാരെ പോലും വിളിക്കുക. ഇത് സമൂഹം മാറണം, ആളുകൾ മാറണം, ആളുകൾ മാറണം. അതാ ഞാൻ പറഞ്ഞ ഫാമിലിയിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. എല്ലാവർക്കും എല്ലായിടത്തും നല്ല ഫാമിലി പറ്റില്ല. ഇത് നമ്മുടെ വിദ്യാഭ്യാസ രീതി മാറ്റിയാൽ മാറ്റം വരും. ഇതൊരു കാലഘട്ടം, ഈ ഒരു കാലഘട്ടത്തിൻ്റെ കുഴപ്പമാണ്. ഇപ്പം എല്ലാം കോർപ്പറേറ്റ്, മെഡിക്കൽ ഫീൽഡായാലും എഡ്യൂക്കേഷൻ ഫീൽഡായാലും എല്ലാ ഫീൽഡും കോർപ്പറേറ്റ് കീഴിലാണ്. അവർക്ക് എന്ത് എത്തിക്സാണ് ഉള്ളത്? ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ലോബി, ഒരു മെഡിസിൻ ഉണ്ടാക്കാൻ ഫാർമസ്യൂട്ടിക്കൽ ലോബി എന്താ കാണിക്കുക? അഡിക്ഷൻ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എവിടെ എത്തിക്സ് ഉള്ളത്? ആളുകൾ മാറണം, സമൂഹം മാറണം. ഇതിപ്പോൾ എല്ലാവരും പറയും ഞാൻ മാത്രം വിചാരിച്ചാൽ നന്നാവുക. അങ്ങനെ എല്ലാവരും ചിന്തിക്കുന്നതുകൊണ്ടാണ് നന്നാവാത്തത്. എല്ലാവരും പറയും ഞാൻ മാത്രം വിചാരിച്ചാൽ നന്നാവില്ല. അപ്പോൾ നമുക്ക് ഈ ട്രെൻഡ് പുറകെ പോകാൻ പറയും. എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ടാണ് നന്നാവാത്തത്. ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് എന്ത് എത്തിക്സാണ് ഉള്ളത്? സമൂഹം മാറണം, അല്ലാതെ മീഡിയ അല്ല മാറേണ്ടത്, സമൂഹമാണ് മാറേണ്ടത്. ആക്ച്വലി എന്താണ് പ്രശ്നം? പറഞ്ഞ പോലെ അണ്ണന്റെ കേസുകൾക്ക് എതിരെ ഏറ്റവും മീഡിയക്ക് എത്തിക്സ് അണ്ണന് പെട്ടെന്ന് തോന്നാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യങ്ങളല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നങ്ങളെല്ലാം സത്യങ്ങളല്ലേ? അതുപോലെ നല്ലി ജോസ് പെരേരയ്ക്ക് ഓൾറെഡി അണ്ണൻ പുതിയ ആളുകൾ വരുമ്പോൾ അങ്ങനെയല്ലേ സംഭവിക്കാറ്? അണ്ണന്റെ പ്രശ്നം ആക്ച്വലി എന്താണ് ഇപ്പോൾ പറയുന്നത്? മീഡിയയുടെ എത്തിക്സ് എന്താ പ്രശ്നം? എത്തിക്സ് പറഞ്ഞാൽ ഇപ്പോൾ ചില മെയിൻ മീഡിയാസ് ഉണ്ടല്ലോ, ഈ കോർപ്പറേറ്റ് ആയിട്ട് അവർ കാണിക്കുന്നത് എടുക്കണം. മറ്റ് ഇൻഡിവിജ്വലായിട്ട് ഈ ഫ്രീലാൻസ് ചെയ്യുന്നവർ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് നെഗറ്റീവ് വേണ്ടേ? ഇപ്പം എൻ്റെ ഇപ്പം ഞാനിപ്പോൾ ചില നായികന്മാരോട് വയ്ക്കുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ ഇമാരെ എടുത്തിട്ടുണ്ട്, ഞാൻ വായി നോക്കുകയാണ് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു. ഇവിടെ കേസ് കൊടുത്തില്ല, എത്ര വർഷമാണ് പറഞ്ഞ് നടക്കേണ്ടി വരും. പോലീസാണ് ഏറ്റവും കറപ്റ്റാണ്. സിനിമാക്കാർ പോലീസുകാരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. ആ സിനിമാക്കാർ ഇപ്പം എങ്ങനെ ഞാൻ ചെയ്താൽ തൊപ്പിയിൽ അറസ്റ്റഡായി. പോലീസ് വളരെ കറപ്റ്റാണ്, അത് വളരെ കുറവാണ്. പോലീസ് വളരെ കറപ്റ്റാണ്. അവർക്ക് കാശ് കൊടുത്താൽ അവരെന്തും ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മുടെ നിയമവ്യവസ്ഥ തന്നെ ഒരുപാട് ടൈം എടുക്കും, ടൈം കൺസ്യൂമിങ് ആണ്. പോലീസ് കറപ്റ്റാണ്. എനിക്ക് ബാലയുടെ കേസിൽ അറിയാമല്ലോ എന്ത് സംഭവിച്ചാന്ന്. ബാലയുടെ കേസ് സാക്ഷിയായി ഞാൻ പിന്നെ 4ാം പ്രതിയായി, ഇപ്പോൾ 2ാം പ്രതിയായി. മൊഴി മാറ്റിയല്ല പറഞ്ഞത്, അത് അവർ FIR മാറ്റിയതാണ്. FIR അല്ലല്ല ചെയ്ത്താണ് അവർ സാക്ഷിയായിട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ പിന്നെ മൊഴി കൊടുത്തിട്ടില്ല.
എന്നെ ആദ്യം സാക്ഷിയായിട്ട് അവർ കൊടുത്തിരിക്കണം. പിന്നെ നാലാം ആളായി, ഇപ്പോൾ രണ്ടാം പ്രതിയായി. പ്യുവർലി ഇപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ നോക്കുകയാണ്, പ്യുവർലി മാനിപ്പുലേഷനാണ്. പൈസ ഉള്ളവർക്ക് എന്തും ചെയ്യാം. ഇപ്പോൾ പൈസയാണ് എല്ലാം, പൈസ ഉള്ളവർക്ക് എന്തും ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾ യൂട്യൂബേഴ്സ് ഞങ്ങൾക്ക് പോപ്പുലാരിറ്റി ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് മണിയില്ലാത്തതുകൊണ്ട് ഹോൾഡില്ല.